ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ സെവേറിയോസ് തിരുമേനി, അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനി, മറ്റ് അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവജനവും. പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവരെ ദൈവാത്മാവിൻ്റെ ആവാസത്താൽ ശക്തരായി തീർക്കുവാനായിട്ട് പല അഭിഷേകങ്ങളും നാം വായിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഇസ്രയേലിൻ്റെ ഭാവി വിമോചകൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ മെസായ എന്നുള്ള പദം ഉണ്ടായിത്തീർന്നത്. അപ്പോസ്തലന്മാർ ഈ പദം ഗ്രീക്കിലേക്ക് മാറ്റി ഉപയോഗിച്ചപ്പോൾ ക്രിസ്റ്റോസ് എന്നുള്ള അല്ലെങ്കിൽ ക്രിസ്തു എന്നുള്ള പദം ആയിത്തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ അഭിഷേകം ഒരു കരിസ്മാറ്റിക് ഹീലിംഗ് ആയിട്ട്, അതായത് ഊർജിത പ്രഭാവം അല്ലെങ്കിൽ സ്വാധീന ശക്തി അതുള്ളവരായി നിങ്ങൾ പോയി സൗഖ്യം നൽകുവീൻ എന്ന് കർത്താവായി യേശുമിശിഹാ പറഞ്ഞതിന് ശിഷ്യന്മാരെ അയക്കുന്നത് നാം കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ 12 പേരെ വിളിച്ച് അവരെ ഈ രണ്ടായി അയച്ചു എന്ന് നാം വായിക്കുന്നു. അവിടെ തന്നെ 13-ാം വാക്യത്തിൽ അവർ തിരിച്ചു വന്നിട്ട് ഉള്ളതായ ആ വിശദീകരണം നൽകുന്നുണ്ട്. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു, വളരെ ഭൂതങ്ങളെ പുറത്താക്കി, അനേകം രോഗികളെ എണ്ണ തേച്ച് സൗഖ്യം നൽകുകയും ചെയ്തു. വീണ്ടും നിങ്ങളിൽ ദീനനായി കിടക്കുന്നവൻ സഭയിലെ ശിഷ്യന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇത് കാണുന്നു. സഭ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ കൗദാശികമായ കാര്യങ്ങൾക്ക് എണ്ണ ഉപയോഗിച്ച് നിർവഹിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മാമോദീസായിൽ മൂറോൻ അഭിഷേകത്തിലൂടെ സ്ഥിരീകരണത്തിനായിട്ട്, പട്ടത്വദാനത്തിനായിട്ട്, അതുപോലെ പള്ളികളുടെയും അൾത്താരകളുടെയും കൂദാശയ്ക്കായിട്ടും സമർപ്പണത്തിനായിട്ടും ഉപയോഗിച്ചു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ഭാഗത്തിൽ ആ ലേഖനത്തിൻ്റെ അതുവരെയുള്ള രീതിയിൽ നിന്ന് പെട്ടെന്ന് മാറിക്കൊണ്ട് കുറേയേറെ ഇടയത്വപരമായ കാര്യങ്ങൾ പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങളാണ്. നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? അവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ രോഗിയായി കിടക്കുന്നവനുണ്ടോ? അവൻ കശീശന്മാരെ വിളിക്കട്ടെ. അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുകയും പാപം ചെയ്തവൻ അനുദപിക്കുമ്പോൾ ദൈവം അവനോട് ക്ഷമിക്കുകയും ചെയ്തു. ഇതേപ്പറ്റി ചിന്തകന്മാർ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പോസ്തല കാലഘട്ടത്തിലെ ഏതോ ഒരു വലിയ ക്രൈസിസ്, ഒരു പ്രത്യേക ദുഷ്കരമായ സാഹചര്യത്തിൽ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് യാക്കോബ് ഈ വചനങ്ങൾ എഴുതി എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് പറയുന്നത് ലാസ്റ്റ് എക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ അവസാന പ്രതിധ്വനികൾ സഹോദരനായ യാക്കോബിലൂടെ വെളിവാക്കപ്പെടുകയാണ് എന്നുള്ളതാണ്.
നമുക്കറിയാം, യാക്കോബ് യെരൂശലേമിലെ ആദ്യത്തെ മെത്രാപ്പോലിത്തയായിരുന്നു. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ബിഷപ്പ് ഓഫ് ബിഷപ്സ് എന്നാണ്. ബിഷപ്പന്മാരുടെ ബിഷപ്പ് എന്നാണ്. അത് ചില പ്രത്യേക കാരണങ്ങളാലാണ്. അദ്ദേഹത്തിൻ്റെ തക്സായെക്കുറിച്ച് നമുക്കറിയാം. യാക്കോബിൻ്റെ തക്സായാണ് ഏതൊരു വൈദികനും ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ചൊല്ലുന്നത്. അതുപോലെ തന്നെ ഈ യാക്കോബിൻ്റെ ലേഖനത്തിനുള്ളതായ പ്രാധാന്യം അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ലാസ്റ്റ് എക്കോസ് സഹോദരനായ യാക്കോബിലൂടെ ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പണ്ഡിതന്മാരും പിതാക്കന്മാരും ചിന്തിക്കുകയും ഏറ്റവും പ്രധാനമായിട്ട് യാക്കോബ് ശ്ലീഹായുടെ 2-ാം അധ്യായം 14 മുതലുള്ളതായ വാക്യങ്ങളിൽ പറയുന്നതായ കാര്യങ്ങൾ, സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്തിൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുവൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വയമേ നിർജീവമാകുന്നു. ഇവിടെ പ്രവൃത്തിയും വിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ളതായ ബന്ധത്തെ സംബന്ധിച്ച് പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പറയുമ്പോൾ അത് കർത്താവിൻ്റെ വചനങ്ങളുടെ എക്കോസ്, പ്രതിധ്വനികളാണ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുവിശ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ രോഗികൾക്ക് സൗഖ്യം നൽകുകയും ആ സൗഖ്യദാനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവമായിട്ട് അതിനെ നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കുവാനായിട്ട് ഉള്ള ആഹ്വാനമാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ, പ്രത്യേകിച്ച് രോഗസൗഖ്യത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളിലൂടെ പരാമർശിക്കപ്പെടുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാം ഇന്ന് അഭിവന്യ എബ്രഹാം മാർ സേവറിയോസ് തിരുമേനിയുടെ കദ്ദീല ശുശ്രൂഷയ്ക്കായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നതായ കാര്യങ്ങൾ അഭിവന്യ തിരുമേനി തൻ്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങളിലൂടെ നിർവഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള അഭിവന്യ പിതാക്കന്മാരിൽ എല്ലാവരെക്കാളും കൂടുതലായിട്ട് സാമൂഹ്യ സേവനവും രോഗസൗഖ്യത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹം യെരൂശലേമിലെ യാക്കോബ്, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷത്തിൻ്റെ പ്രതിധ്വനികളായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളതായ ആ ചിന്തകളെ തൻ്റെ ജീവിതത്തിൽ വളരെ നന്നായിട്ട് നിർവഹിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും.